കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലാണ് പുളിങ്കുന്ന് എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തിച്ചു വരുന്നത്. കോളേജിലെ കലാലയ യൂണിയന്റെ പ്രവർത്തനവും നാളിതുവരെ കുസാറ്റ് യൂണിയന്റെ കീഴിൽ തന്നെയാണ്. കുസാറ്റ് യൂണിയൻ ഭരിക്കുന്നത് SFIയും. എന്നാൽ പുളിങ്കുന്ന് ക്യാമ്പസിലെ ഭൂരിപക്ഷ സീറ്റുകളും SFI ഇതര സംഘടനകൾക്കുമാണ്. 11 സീറ്റ് നേടിയ ABVP ആണ് കോളേജിൽ മുന്നിട്ട് നിൽക്കുന്നത്. കുസാറ്റ് യൂണിയന്റെ നേതൃത്വത്തിലാണ് കോളേജിലെ പാഠ്യേതര പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. എന്നാൽ ഇത്തവണ ക്യാമ്പസിലെ കലാകായിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റികളിൽ തങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ പഠിപ്പ് മുടക്കുന്നത്. ഈ കോളേജിലുള്ള എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇവിടെ കൂടി നിന്നിട്ടുണ്ട്. ഇവിടെ ABVPക്കാണ് മെജോറിറ്റി കിട്ടിയിട്ടുള്ളത്. ഞാൻ കേസുകാരാണ്. ഇവിടെ ABVPക്കാണ് മെജോറിറ്റി കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ എന്തെങ്കിലും പരിപാടി നടക്കുന്നു എന്നുണ്ടെങ്കിൽ അത് SFI നടത്തുള്ളൂ. വേറെ ആരും ഇവിടെ നടത്തണ്ട എന്നൊരു മനോഭാവമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ കുറേ കളികൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അത്യാവശ്യം രാഷ്ട്രീയം കണ്ടു ഇവിടെ വന്നിട്ടാണെങ്കിൽ. അടുത്ത കൊല്ലത്തിന് ഒരു സിമ്പിളായിട്ടൊരു ഇലക്ഷൻ സ്ലോഗന് വേണ്ടി മാത്രം ഈ കോളേജിൽ നടക്കുന്ന ഏക കാര്യമാണ് ഇവിടുത്തെ ഫെസ്റ്റ്. ആ ഫെസ്റ്റ് പോലും ഇങ്ങനത്തെ രാഷ്ട്രീയ പകപോക്കൽ കാരണം ഇല്ലാതാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ MSFും ABVPയും KSUവും എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒന്നിച്ചിവിടെ ഈ ഒരു പ്രക്ഷോഭം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ക്യാമ്പസിൽ നടന്ന സമരം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ സ്ഥലത്ത് പോലീസ് എത്തി. തുടർന്ന് കോളേജ് 3 ദിവസത്തേക്ക് അടച്ചിടുവാൻ പ്രിൻസിപ്പൽ തീരുമാനിച്ചു. സാധാരണയായി കുസാറ്റ് യൂണിയനാണ് കലോത്സവം സംഘടിപ്പിക്കാനുള്ള ചുമതലയെന്നാണ് കോളേജ് അധികൃതരുടെ വാദം. എന്നാൽ വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് വിഷയം ചർച്ച ചെയ്യാൻ വൈസ് ചാൻസലർ കൊച്ചിയിൽ വിദ്യാർത്ഥികളുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാനാണ് ABVP, KSU, MSF എന്നിവരടങ്ങുന്ന സംയുക്ത സമരസമിതിയുടെ തീരുമാനം. റിപ്പോർട്ടർ ആലപ്പുഴ.